ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഹെൽമെറ്റ് ഇല്ലേ, നമ്മളെ കയ്യിൽ ഒരു പൊട്ടിയൊരു ഹെൽമെറ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നനച്ചുള്ളിപ്പാണിയാണല്ലോ, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഓരോന്ന് ഒഴിവാക്കണ ഓരോന്നുണ്ടാവും. അപ്പം നമുക്ക് ഇന്നൊരു ഹെൽമെറ്റ് കിട്ടി. അപ്പോൾ ആ ഹെൽമെറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഇന്നൊരു ചെടി നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഹെൽമെറ്റ് ഒന്ന് നല്ലോണം തേച്ച് കഴുകി ഇങ്ങോട്ട് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. ഇവരൊക്കെ പൊടി ഇങ്ങോട്ട് പാറിന്. പിന്നെ ചെടി നടുമ്പം വല്ലാതെ തേച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്കൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് കഴുകണമല്ലോ. അതുപോലെ ഞാനിങ്ങനെ കഴുകിയെടുത്ത് ഇതുവരെ നട്ട് നോക്കിയില്ല കേട്ടോ. അപ്പം നമുക്ക് നട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയും ചെയ്യാൻ, നല്ല പിടിക്കുകയോ ഇല്ലെന്നൊക്കെ. അപ്പോൾ എല്ലാം ചെടികൾ നട്ടാൽ വേഗം പിടിക്കും കേട്ടോ. അപ്പം ഞാനൊന്ന് ഇതിലേക്കൊന്ന് നടാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ. നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റേക്ക് വേണ്ടി മിക്സ് ഇട്ടു. പിന്നെ ഈ ചട്ടിയിലുള്ളത് എന്താണ്, കരിയില കത്തിച്ചതാട്ടോ. പിന്നെ അത് നമ്മൾ കുറച്ച് മണ്ണ് ഇവിടെ കൊത്തി കൊണ്ടുവന്ന് ഇട്ടിനി കേട്ടോ. അപ്പം മണ്ണൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. പിന്നെ അതെന്താ ഇലയാണ് കേട്ടോ, കരിയില. അപ്പോൾ അത് നമ്മൾ കരിയില ഇങ്ങനെ കത്തിച്ചത്. ഇതിപ്പോൾ എത്രത്തോളം മണ്ണ് ഇവിടെ എടുത്ത് വെച്ചത് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് പച്ചക്കറിയുടെ നടാനുണ്ട്. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതിങ്ങനെ കുറച്ച് മണ്ണ് അധികം തന്നെ കൂട്ടി വെച്ചത്. എപ്പോഴും എടുക്കണ്ടല്ലോ വിചാരിച്ച്. എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അധികം കൂടെ എടുത്ത് വെച്ചാൽ എന്താ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ മണ്ണ് മിക്സ് ആക്കി ഇങ്ങോട്ടോ ഒക്കെ പാടെ ഒന്ന് യോജിപ്പിച്ച്. ഇനി എന്ത് ചെയ്യണം, അതിലുള്ള കല്ലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്തിങ്ങോട്ട് ഒഴിവാക്കുക കേട്ടോ. ചെടി നടുമ്പോൾ, ചെടിയും പച്ചക്കറിയൊക്കെ നടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കല്ലുകളൊന്നും അതിലിടാൻ പറ്റൂല. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കുക. ഇതാ നല്ല ഓട്ടി മിക്സിങ് ഇങ്ങോട്ട് അതിന് കേട്ടോ. കരിയില കത്തിച്ചതും പിന്നെ നമ്മളെ മണ്ണ് തന്നെയായിട്ട് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് എന്താ നല്ല ഉഷാറായിട്ട് വന്നാൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ തൈക്ക്. എന്താ അപ്പം ഞാൻ നമ്മളെ ഹെൽമെറ്റ് നല്ലോണം തേച്ചേക്ക് വൃത്തിയാക്കി. ഇനി അതിലേക്ക് നമുക്കിങ്ങനെ മണ്ണിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പോഞ്ച് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, അധികം നനവും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് പിടിക്കുന്ന ചെടി ഉണ്ടല്ലോ, പോപ്പിച്ചെടി നടാമെന്നാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പം നമ്മളെ അടുത്ത് പോപ്പിച്ചെടി കുറച്ചധികം കൊണ്ടുവന്ന് വെച്ചിനി. അതൊക്കെ ഉഷാറായിട്ട് ഇങ്ങോട്ട് ഉണ്ടായി വന്നാണ്. അപ്പം അതിന്മേൽ ഒരു കൊമ്പ് പൊട്ടീനി. അപ്പോൾ ആ പൊട്ടിയത് നമുക്ക് ഇതിലേക്ക് നടാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഞാനിങ്ങനെ മണ്ണ് നിറയ്ക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ നിറച്ച് വെച്ച് നമ്മൾ നട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ എന്ത് കിട്ടിയാലും ഒഴിവാക്കരുത്. ഒന്ന് ശ്രമിച്ചു നോക്കുക, ഉണ്ടാവുമോ ഇല്ലേന്ന്. നമ്മൾ ശ്രമിച്ചാലല്ലേ നമുക്ക് അറിയുള്ളൂ ഉണ്ടാവുമോ ഇല്ലേന്ന്. ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാവില്ല എന്നിട്ട് പറഞ്ഞാൽ പിന്നെ നമ്മൾ അന്നത്തെ കഥ കഴിഞ്ഞതാ, പിന്നെ ഉണ്ടാവുക തന്നെയല്ല. അപ്പം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് നമ്മൾ എന്ത് നട്ടാലും അതുണ്ടാവും. നടുന്ന കാര്യമല്ല കേട്ടോ, എന്ത് സംഗതികളും ഇട്ടോ, നമ്മൾ എന്ത് സംഗതികളും നമുക്കൊരു പ്രതീക്ഷ വേണം. നമുക്ക് വേണം, ചെയ്യണം, ആക്കണം എന്നുള്ളത് കേട്ടോ. ഇതാകണ്ട് നമ്മളെ പൊട്ടിച്ചെടി. അപ്പോൾ ഒരു പൊട്ടി കഷ്ണം ഉണ്ട്, അതിനെ അടുത്ത് ഞാൻ പിന്നെ ഒരു കട്ടുണ്ട് ഇതൂടെ ഒന്നുകൂടി ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും നമുക്ക് ഇതിലേക്ക് രണ്ട് കളറിലാട്ടോ വരുന്നത്. അപ്പോൾ ഉണ്ടായാൽ നല്ല ഭംഗിയാണ്. ഇത് നല്ല വേഗം അങ്ങ് പിടിക്കും കേട്ടോ. പിന്നെ അധികം വെള്ളം പറ്റില്ല. വെള്ളം ഉണ്ടായാലും എന്താ വേഗം ഇങ്ങോട്ട് അടി ചീഞ്ഞ് പോവും. ആവശ്യത്തിനുള്ള വെള്ളം ഇന്ന് വെള്ളം നനച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് നനച്ചാൽ മതി കേട്ടോ. അതുപോലെയാണ് ഞാനിപ്പോൾ അവിടെ നട്ട് പിടിപ്പിച്ചത്. അതൊക്കെ അതാ നല്ല ഉഷാറിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് പല രീതിയിലുള്ള കളറുകളിൽ ഉള്ളതുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ഞാൻ ഇങ്ങോട്ട് നട്ട് പിടിപ്പിച്ച്. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ കോഴി ഉണ്ടല്ലോ, ഭയങ്കര ഇടങ്ങറാക്കല കേട്ടോ. കോഴികൾ വേഗം ചെടികളൊക്കെ വന്നിട്ട് നശിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, കോഴികളെ വലൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള പ്ലാൻ കേട്ടോ. അപ്പം നമ്മൾ കണ്ടില്ലേ ഇതുപോലെ എന്നിട്ട് ഇനി നമുക്കിത് ഒരു സ്ഥലത്തേക്ക് നമുക്കിത് ഉറപ്പിച്ച് ഇങ്ങോട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാനിത് ഒരു ബക്കറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നിറച്ചിഞ്ഞത് കേട്ടോ. അല്ല അതെന്താ ഉരുണ്ട സാധനമല്ല അടി, അപ്പോൾ അവിടെ കുറച്ച് നിൽക്കില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മളിത് നിലത്ത് വെക്കുന്ന സമയത്ത് അടിയിൽ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ വെക്കണം. അപ്പം നമ്മളെ കയ്യിലൊരു ചട്ടിയുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയ ചട്ടിയാണ് കേട്ടോ. ഈ കൊറോണൻ്റെയൊക്കെ സമയത്തുണ്ടല്ലോ, നമുക്ക് വീട്ടിലിരുന്ന് ഇതൊക്കെ തന്നെയല്ലോ അന്നത്തെ ഒരു പണി. ചട്ടി ഉണ്ടാക്കുക, കേക്ക് ഉണ്ടാക്കുക, എന്തൊക്കെ പലതരം ബിസിനസ്സുകൾ ഓരോരുത്തർ പഠിച്ചിന് കേട്ടോ കൊറോണൻ്റെ ടൈമിന്. അന്നേരം ഉണ്ടാക്കിയ ചട്ടി എണീട്ടോ അതെന്ന്. അപ്പം ഞാൻ ചട്ടി അടിയിൽ വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ചത് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചപ്പം തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പം നമ്മൾ എന്ത് സാധനം ഉണ്ടല്ലോ നമ്മൾ ഒഴിവാക്കിയതൊക്കെ ഇപ്പോൾ ഒക്കെ നമ്മളെന്താണെന്നോ, വീട് ക്ലീൻ ആക്കുന്ന ഒരു സമയമാണല്ലോ, നനച്ചുളിപ്പണിൻ്റെ സമയം. അപ്പം നമ്മൾ കുറേ ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒഴിവാക്കിയ സാധനത്തിലൊക്കെ നമ്മൾ ഓരോന്ന് നട്ട് പിടിപ്പിച്ച് വെക്കണ്ടേ. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടി ഉണ്ട് നമ്മളൊരു, അതൊക്കെ നമുക്കൊരു പച്ചക്കറിയൊക്കെ കുഴിച്ചിടാമെന്ന് വിചാരിക്കുന്നത്. തക്കാളി തൈയൊക്കെ നമ്മളൊരു ഉണ്ടായി വന്നിട്ടുണ്ട്, ഒക്കെ പിരിച്ച് കുഴിച്ചിടണം. തക്കാളി തൈ, ചീര തൈ ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്.
പിന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.